നമസ്കാരം, ഞാൻ ഡോക്ടർ മണികണ്ഠൻ ജിയാർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പലരെയും കാര്യമായിട്ട് ബാധിക്കുന്ന ഒരു ദന്താരോഗ്യ പ്രശ്നമാണ് വായ്നാറ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാഡ് ബ്രത്ത് എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ദന്താരോഗ്യ പ്രശ്നത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇത് ശരിക്കും ഒരു സാമൂഹിക ആരോഗ്യ പ്രശ്നം കൂടിയാണ്. അതിനൊരു സൈക്കോ സോഷ്യൽ ഡൊമൈൻ കൂടിയുണ്ട്. പലപ്പോഴും ആൾക്കാരുടെ ആത്മവിശ്വാസത്തിന് തന്നെ പാടെ ഹനിക്കുന്ന ഒന്നാണ്. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലാണെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മുടെ എതിരെ സംസാരിക്കുന്ന ഒരാളിൻ്റെ മുഖത്തുണ്ടാകുന്ന ഭാവ വ്യത്യാസം പലപ്പോഴും നമുക്ക് പെട്ടെന്നൊരു നമ്മളെ വളരെ വിഷമിപ്പിക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇതുള്ള ആൾക്കാർ തിരിച്ചറിയാതെ പോവുകയും, എന്നാൽ ഇല്ലാത്ത ആൾക്കാർ ഇതുണ്ടോയെന്ന് തെറ്റായിട്ടുള്ള ധാരണ വെച്ച് പുലർത്തുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ഈ ബാഡ് ബ്രത്ത്, അല്ലെങ്കിൽ നമ്മൾ ഹാലിറ്റോസിസ് എന്നാണ് അതിൻ്റെ ശരിക്കും ശാസ്ത്രീയമായ പേരെന്ന് പറയുന്നത്. ഇതിനെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാൻ സാധിക്കും. ഒന്ന് ശരിക്കുമുള്ള വായ്നാറ്റമാണ്, ട്രൂ അല്ലെങ്കിൽ ജെനുവിൻ ബാഡ് ബ്രത്ത് എന്ന് പറയാം. അവിടെ ആ ഒരു രോഗിക്ക് അത് ഉണ്ട്. രണ്ടാമത്തെ ഒരു ഗണമെന്ന് പറഞ്ഞാൽ സ്യൂഡോ ഹാലിറ്റോസിസ് അല്ലെങ്കിൽ ഫോൾസ് ബാഡ് ബ്രത്താണ്. ശരിക്കും അവിടെ ഇല്ല, എന്നാൽ അതുണ്ടോ എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇനി അതൊക്കെ പറഞ്ഞ് മാറ്റിയിട്ടും പിന്നീടും അത് എനിക്ക് വരുമോ, അല്ലെങ്കിൽ ഇത് ഞാൻ സംസാരിക്കുമ്പോൾ ആൾക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ ആലോചിക്കുന്നതെന്നൊക്കെ ആലോചിച്ച് വൃഥാ ടെൻഷനാവുന്ന ഒരു മൂന്നാമതൊരു വിഭാഗമുണ്ട്. അതിനെ നമ്മൾ പറയുന്നത് ഹാലിറ്റോഫോബിയ എന്ന് പറയും. അല്ലെങ്കിൽ ഇത് പലതരത്തിലുള്ള ഫോബിയ ഉണ്ടല്ലോ, പേടിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ പ്രശ്നം ഉണ്ടോ, അല്ലെങ്കിൽ ഈ പ്രശ്നം ചികിത്സിച്ചിട്ടും ഇനി പിന്നെയും വരുമോ എന്നുള്ള പേടി. അതിൻ്റെ മറ്റൊരു പേര് കൂടിയുണ്ട്, അതിന് ഡെല്യൂഷണൽ ഹാലിറ്റോസിസ് എന്നും പറയാറുണ്ട്. അത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വർഗീകരണത്തിൽ, ഒരു ക്ലാസിഫിക്കേഷനിൽ നമ്മൾ അതിനെ ഒരു സൈക്കോ സൊമാറ്റിഫോം ഡിസോർഡർ ആയിട്ടാണ്, കുറച്ചുകൂടി ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നമായിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ രണ്ട് വിഭാഗമാണ് ശരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ മറ്റേത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഒരു കൗൺസിലിംഗ് വേണ്ട ഒരു കാര്യമാണ് മൂന്നാമത്തെ ഉണ്ടോ എന്നുള്ള ഒരു പേടിയുള്ള ആൾക്കാർ. അപ്പോൾ ശരിക്കുമുള്ള ജെനുവിനായിട്ടുള്ള ഹാലിറ്റോസിസിനെ വീണ്ടും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ എന്ന് പറയും, അതായത് നമ്മുടെ രോഗമായിട്ട് സംബന്ധിച്ചതല്ല, ശരീരത്തിൻ്റെ ധർമ്മവുമായിട്ട് തന്നെ സംബന്ധിച്ച്. ചില ആൾക്കാരിൽ ഇപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇപ്പോൾ ഈ ഒരു ഫാസ്റ്റിംഗ്, ഇപ്പോൾ റംസാൻ സമയത്തൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റ് വ്രതത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഫാസ്റ്റിംഗ് എടുക്കുന്ന ആൾക്കാരുണ്ട്. ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ ബോഡിയിൽ കീറ്റോൺ സംയുക്തങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് എടുത്ത് കുറച്ച് നേരം കഴിയുമ്പോഴോ അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ വായിക്കാത്തൊരു സ്മെല്ലുണ്ടാവും. അല്ലെങ്കിൽ രാവിലെ തന്നെ നമ്മളെല്ലാവരും എഴുന്നേൽക്കുന്ന സമയത്ത് ചെറിയ തോതിൽ ആ ഒരു ഡ്രൈനെസ് കാരണം കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഉമിനീരിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ച അവസ്ഥയിലായിരിക്കും. അപ്പോൾ നോർമലി എല്ലാവർക്കും ഒരു മോർണിംഗ് ബ്രഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെറിയ തോതിലൊരു ബാഡ് ബ്രത്ത് വരാറുണ്ട്. അത് നോർമലാണ്. പിന്നെ ചില ഭക്ഷണങ്ങളുടെ ഭാഗമായിട്ട് ഇപ്പോൾ സൾഫറൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ള ചീസോ അല്ലെങ്കിൽ ഉള്ളി അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരിലുമൊക്കെ ഹാലിറ്റോസിസ് വരാറുണ്ട്. അത് നോർമലാണ്. പിന്നെ ചില ഫിസിയോളജിക്കൽ പ്രോസസ്സിന്, ഇപ്പോൾ ചില ആൾക്കാർക്ക് ഹോർമോൺ വ്യതിയാനങ്ങൾ, ഇപ്പോൾ സ്ത്രീകളിൽ ചിലപ്പോൾ ഈ ആർത്തവ സമയങ്ങളിലൊക്കെ അത്തരത്തിലുള്ള ചില കേസുകളിലൊക്കെ ഇപ്പോൾ അത് പറയാറുണ്ട്. അല്ലെങ്കിൽ ചില മരുന്നുകളുടെയൊക്കെ പാർശ്വഫലമായിട്ടൊക്കെ അതിനെയാണ് നോർമലി നമ്മൾ ഫിസിയോളജിക്കൽ എന്ന് പറയുന്നത്. ഇനി പത്തോളജിക്കൽ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രോഗവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടാവുന്നതാണ് പത്തോളജിക്കൽ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും 80% കേസുകളിൽ അത് വായിലെ പ്രശ്നം കൊണ്ട് തന്നെ ആയിരിക്കും, ഓറൽ കോസ് തന്നെ ആയിരിക്കും അതിന് പ്രധാനമായിട്ട്. അത് മോണരോഗമായിരിക്കാം, അല്ലെങ്കിൽ ചികിത്സിക്കാതെ വെച്ചിരിക്കുന്ന ഒരു ദന്തക്ഷയം, ഒരു വലിയ പോടിലെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കയറിയിരുന്നിട്ടായിരിക്കാം, അല്ലെങ്കിൽ നാവ് ശരിയായിട്ട് വൃത്തിയാക്കാത്ത ആൾക്കാരിൽ നാവിലൊരു പൂപ്പലിൻ്റെ ഒരു കോട്ടിങ് വന്നിട്ട് അങ്ങനെയായിരിക്കാം. അല്ലെങ്കിൽ ചില ആൾക്കാരിൽ അടിക്കടി വായ്പുണ്ണ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ചില കേസുകളിലെന്ന് പറഞ്ഞാൽ പല്ലെടുത്തിട്ട് അവിടെ ഉണങ്ങാത്തൊരു മുറിവുണ്ടെന്നുണ്ടെങ്കിൽ, അപ്പോൾ ആ ഒരു ഭാഗത്തുമൊക്കെ തീർച്ചയായിട്ടും പ്രധാനമായിട്ടും ഈ മോണരോഗവും അല്ലെങ്കിൽ നമ്മുടെ ചികിത്സിക്കാതെ വെച്ചിരിക്കുന്ന ഒരു പോടുമൊക്കെയാണ് ഈ വായിലെ കാരണങ്ങളെന്ന് പറയുന്നത്. ഇനി ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ കാരണം നമ്മുടെ എക്സ്ട്രാ ഓറൽ കോസസ് എന്ന് പറയും. അതിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ENT സംബന്ധമായ മൂക്കിൻ്റെ പാലത്തിന് വളവ്, അല്ലെങ്കിൽ മൂക്കിൽ ദശാ വളർച്ച വരുന്നു, അല്ലെങ്കിൽ ENT സംബന്ധമായിട്ട് അതാണ്, അല്ലെങ്കിൽ സൈനസൈറ്റിസ് സ്ഥിരമായിട്ടുള്ള ആൾക്കാർ, ശ്വാസകോശ സംബന്ധമായിട്ട് ഇപ്പോൾ ആസ്മയുള്ളവരിലോ ലങ് അബ്സസ്, അല്ലെങ്കിൽ COPD പോലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരിൽ, ഇനി ഉദര സംബന്ധമായിട്ട് നമ്മൾ മിക്കവാറും കാണുന്നതാണ് GERD എന്ന് പറയും, പുളിച്ചു തകട്ടൽ. ആമാശയരസങ്ങളെല്ലാം കൂടി വായിലോട്ട് പുളിച്ചു തകട്ടലായിട്ട് വരുന്ന അവസ്ഥയുണ്ട്. ഇനി ചില പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഗന്ധം തന്നെ പറയാറുണ്ട്. അവിടെ ഒരു പഴം ചീഞ്ഞളിഞ്ഞ തരത്തിലുള്ള ഗന്ധം വരാറുണ്ട്. ഇനി അതൊരു കിഡ്നി പ്രോബ്ലം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഒരു മത്സ്യത്തിൻ്റെ ഗന്ധം പറയാറുണ്ട്, ഫിഷി സ്മെല്ല് അവിടെ വരാറുണ്ട്. അപ്പോൾ ശരിക്കും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയാമെന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈത്തണ്ടയിലേക്കോ കൈവിളയിലേക്കോ ഒന്ന് ഊതിയിട്ട് ഒരു
30 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് മണപ്പിച്ച് നോക്കുമ്പോൾ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു ബാഡ് ബ്രത്ത് ഉണ്ടെന്ന് നമുക്ക് ഒന്ന് ഉറപ്പിക്കാം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് കരണ്ടി ഉപയോഗിച്ചുകൊണ്ട് നാവിൽ നന്നായിട്ടൊന്ന് വടിച്ചെടുത്തിട്ട് നമ്മളത് ഇതുപോലെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്യാസ് ക്രോമറ്റോഗ്രാഫി പോലുള്ള ടെസ്റ്റുകളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഈ 2 ടെസ്റ്റുകൾ വഴി നമുക്ക് ഒന്ന് മണപ്പിച്ച് നോക്കിയിട്ട് ഊതി നോക്കിയിട്ട് നമുക്കത് സ്വയം ഉണ്ടോ എന്ന് അറിയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും വായിലുണ്ടാകുന്ന അസ്ഥിര നൈസർഗിക സംയുക്തങ്ങളെന്ന് പറയും, അല്ലെങ്കിൽ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയും. അത് ഇപ്പോൾ നമ്മൾ ഈ തൊണ്ടൊക്കെ കഴുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു നമ്മൾ കെമിസ്ട്രി ലാബിലൊക്കെ പണ്ട് ഈ ഗന്ധം അനുഭവിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ സൾഫൈഡ്, ഡൈ ഈതൈൽ സൾഫൈഡ്, മീതൈൽ മെർക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3 വാതകങ്ങളാണ് പ്രധാനമായിട്ടും ഈ അസ്ഥിര നൈസർഗിക സംയുക്തങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അസ്ഥിരമാണ്, അത് പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു അറ്റ്മോസ്ഫിയറിലോട്ട് പടരുന്നതാണ്. അപ്പോൾ അതാണ് ഇത്രയും രൂക്ഷമായിട്ടുള്ള ഗന്ധം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെങ്ങനെ ചികിത്സിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാരണം കണ്ടെത്തുന്നതാണ് ഏറ്റവും പ്രധാനം. മറ്റൊന്ന് ഉദരരോഗം പറഞ്ഞപ്പോൾ അതിനകത്ത് തന്നെ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട ഒന്നാണ് നമ്മൾ ഈ കുടലിലുണ്ടാകുന്ന ഒരുതരം ബാക്ടീരിയ ഉണ്ട്, ഹെലിക്കോബാക്ടർ പൈലോറി എന്ന് പറഞ്ഞ ബാക്ടീരിയയുടെ അതിപ്രസരം കാരണവും വായ്നാറ്റം ഉണ്ടാകുന്നതായിട്ട് പുതിയ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള എന്ത് കാരണമാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. ഇത് വായിലെ പ്രശ്നം കൊണ്ട് തന്നെയാണോ? അപ്പോൾ പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട്, ഞാൻ പല്ലിങ്ങനെ ഒരുപാട് തവണ ക്ലീൻ ചെയ്തു, പല ഡെൻറ്റിസ്റ്റിനെയും കാണിച്ചു, പക്ഷേ എനിക്ക് ഈ ഒരു പ്രശ്നം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത് ഡെൻ്റൽ പ്രോബ്ലം കൊണ്ടായിരിക്കില്ല, അത് ചിലപ്പോൾ നോൺ ഡെൻ്റലായിട്ടുള്ള മറ്റേതെങ്കിലും ENT പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം കൊണ്ടോ ആയിരിക്കും. അപ്പോൾ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉള്ള കേസിന് ഡെൻറ്റിസ്റ്റിനെ തന്നെ കാണിച്ചുകൊണ്ടിരുന്നിട്ട് ചിലപ്പോൾ ബാഡ് ബ്രത്ത് മാറണമെന്നില്ല, തിരിച്ചും സംഭവിക്കാം. അപ്പോൾ ചില ആൾക്കാർ ഫിസിഷ്യനെ ആയിരിക്കും ആദ്യം കാണുന്നത്, വയറിന് എൻഡോസ്കോപ്പ് ചെയ്ത് നോക്കി അല്ലെങ്കിൽ എക്സ്റേ എടുത്ത് നോക്കി അവസാനം സ്കാൻ ചെയ്ത് നോക്കി, അപ്പോൾ വയറിലൊന്നും ഒരു പ്രശ്നമില്ല, പക്ഷേ പിന്നെയും ഈ സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും അതിൻ്റെ പ്രശ്നം ചിലപ്പോൾ വായിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ചിലപ്പോൾ മോണരോഗം ട്രീറ്റ് ചെയ്യുമ്പോൾ അതിന് വ്യത്യാസം വരുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മൾ ചില കേസിൽ കമ്പൈൻഡ് ആയിട്ടും വരാം, അതൊക്കെ മോണയ്ക്കും പ്രശ്നം ഉണ്ടായിരിക്കാം, വയറിനും പ്രശ്നം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രമേഹ രോഗിയായിരിക്കും, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ ഓരോ ആമും അഡ്രസ്സ് ചെയ്താലേ അവിടെ ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കിട്ടുകയുള്ളൂ. നമുക്ക് മാസ്കിംഗ് ദ മാലോഡർ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു നമ്മൾ പാർട്ടി വെയർ മേക്കപ്പ് ഒക്കെ ഇടുന്ന പോലെയാണ്. തൽക്കാലത്തേക്ക് അതിനെ ഒന്ന് മാസ്ക് ചെയ്യാനായിട്ട് നമുക്ക് ചില മരുന്നുകൾ അല്ലെങ്കിൽ ലൊസഞ്ചസ് ഉപയോഗിക്കാം. കുറച്ച് നാളത്തേക്ക് ഒരു ശമനം കിട്ടാനായിട്ട് വായു ശുചീകരണ ലായനികൾ, അതായത് മൗത്ത് വാഷുകൾ ഉപയോഗിക്കാം. ആ മൗത്ത് വാഷുകൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമ്മൾ ആൽക്കഹോൾ കണ്ടന്റ് ഇല്ലാത്തത് വേണം ഉപയോഗിക്കാനായിട്ട്. ആൽക്കഹോൾ കണ്ടന്റുള്ള മൗത്ത് വാഷ് ആണെന്നുണ്ടെങ്കിൽ വായ കൂടുതൽ ഡ്രൈ ആവാൻ കാരണവും വായുനാറ്റം വീണ്ടും കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി തെറ്റായിട്ടാണ് ഞാൻ പറഞ്ഞത്, രണ്ടാമത്തെ ഒരു ഗുണമുണ്ട്, അവർക്ക് ശരിക്കും പറഞ്ഞാൽ അത് ഉണ്ടാവില്ല, പക്ഷേ അവർക്ക് അതിനൊരു പേടിയാണ് അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കൃത്യമായിട്ട് നമ്മളൊരു കൗൺസിലിംഗ് കൊടുത്തത് ഇല്ലയെന്ന് കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചികിത്സയുടെ വിജയം ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം കണ്ടെത്തുന്നതിലാണ്. കാരണം കണ്ടെത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു 95% തന്നെ, ഒരു 5% ചില കേസുകളിൽ പിന്നെയും ചിലപ്പോൾ റെക്കർ ചെയ്ത് വരുന്നതായിട്ട് കാണാറുണ്ട്. നിങ്ങളുടെ വായുടെ ശുചിത്വം നിങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടെങ്കിൽ, മറ്റു തരത്തിലുള്ള അസുഖങ്ങളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ചികിത്സ കൃത്യമായിട്ട് എടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കാരണം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് പരിഹാരം കൊടുക്കാവുന്ന ഒരു പ്രശ്നം തന്നെയാണ് വായ്നാറ്റം എന്ന് പറയുന്നത്. നമസ്കാരം.